അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ആലോചിക്കുന്നത് ഇന്ത്യൻ ജീവിതത്തിൻ്റെ മാനവിക മൂല്യങ്ങളെ വേട്ടയാടിയ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും അസ്വസ്ഥജനകമായ സ്മരണകളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. മലയാളത്തിൻ്റെ മഹാസാന്നിധ്യമായ പ്രിയ കവി എം ഗോവിന്ദൻ എഴുതിയത് ഇന്ന് നമ്മുടെ ആലോചനയിലേക്ക്, അന്വേഷണത്തിലേക്ക് അനിവാര്യമായും കടന്നു വരാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അദ്ദേഹം അന്ന് എഴുതിയത് എഴുത്തോ നിൻ്റെ കഴുത്തോ ഏറെക്കൂറേതിനോട് എന്ന് ചോദിച്ച് ഒരുവൻ എൻ മുമ്പിൽ വരും മുമ്പേ ദൈവമേ നീ ഉണ്മയെങ്കിൽ എന്നെ കെട്ടിയെടുത്തേക്ക് നരകത്തിങ്കിലെങ്കിൽ അങ്ങോട്ട്. ഇതായിരുന്നു അന്നത്തെ ജനായത്തവാദികൾ, എഴുത്തുകാർ, പ്രതിഭാശാലികൾ, പത്രപ്രവർത്തകർ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എഴുത്തോ കഴുത്തോ? ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിലെ ദൈക്ഷണികർ, അതോടൊപ്പം പത്രപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, അവരൊക്കെ പലവിധ കാരണങ്ങളാൽ നിർവാഹമില്ലായ്മ കൊണ്ട് ഈയൊരു പ്രതിസന്ധിയിൽ പതറിപ്പോയിട്ടുണ്ട് എന്ന് അരനൂറ്റാണ്ടിന് പിറകിലേക്ക് തിരിച്ചു നോക്കുമ്പോൾ നമുക്കിന്ന് കാണാൻ പറ്റും. മാത്രമല്ല, ഒരു കവി കൂടിയായ ദേവകാന്ത് ബറുവ, DK ബറുവ, അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു കവിത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് ഇന്ത്യയിൽ വലിയൊരു മുദ്രാവാക്യമായി അരനൂറ്റാണ്ട് മുമ്പ് 1975 മാറുകയുണ്ടായി. ആ മുദ്രാവാക്യം ഇതാണ്: ഇന്നലെയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്: ദർശന ധീരതയെ, രാഷ്ട്രീയ വ്യക്തതയെ, ഭാരതത്തിൻ്റെ അഭിമാനമേ, ഇന്ദിരേ എന്നൊക്കെയുള്ള സ്തുതിഗീതങ്ങൾ കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലമാകെ അശ്ലീല നിർഭരമായ ഒരു കാലത്തെയാണ് നാം ഇന്ന് നിരവധിയായ അസ്വസ്ഥതകൾക്കിടയിൽ നിന്ന് ഓർമ്മിച്ചെടുക്കേണ്ടത്. ഒന്നും ഓർമ്മിക്കപ്പെടാതെ പോകരുത് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ജനായത്തത്തിൽ ഒരു ജനതയുടെ ജാഗ്രത നഷ്ടപ്പെടുന്ന മുറക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ഒരുപക്ഷെ നാം കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിക്കപ്പെട്ട 21 മാസങ്ങൾക്ക് ശേഷം നടന്ന 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പാർലമെൻറ്റിലുമെല്ലാം ഇന്ത്യൻ അടിയന്തരാവസ്ഥക്ക് നേതൃത്വം കൊടുത്തവർ ദയനീയമായി തോറ്റപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ, പ്രബുദ്ധമെന്ന് കരുതപ്പെടുന്ന കേരളം അതിൽ നിന്ന് വഴിതെറ്റി നടന്നത് എന്തുകൊണ്ടായിരുന്നു എന്ന് ഒരു വ്യാകുലതയോടെ എത്രയോ കാലമായി നാം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തേ കേരളം വഴുക്കി വീഴാൻ? അമ്പരപ്പിക്കുന്ന കാര്യം, അന്നത്തെ പ്രധാനപ്പെട്ട പരസ്യങ്ങൾ, ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച 20 പരിപാടിയും സഞ്ജയ് ഗാന്ധിയുടെ 5 പരിപാടിയും, അങ്ങനെ 25 പരിപാടി. ആ പരിപാടി ഇന്ത്യയുടെ സകലമാന സ്ഥലത്തും ഒരു ചുമരും ബാക്കി വച്ചിട്ടില്ല. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പോസ്റ്ററുകളൊന്നും പതിക്കാൻ അനുവാദമില്ലാതിരുന്ന ഞങ്ങളുടെ സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ചുമരുകളിൽ പോലും ഭരണകൂടത്തിൻ്റെ ഈ പരസ്യം 25 പരിപാടി. അന്ന് ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ കഴിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇന്ദിരാഗാന്ധിയുടെ നിറഞ്ഞു ചിരിക്കുന്ന പടത്തിൻ്റെ മുകളിൽ ആ 20 പരിപാടിയുടെ പോസ്റ്ററുകൾക്ക് മുകളിൽ ചാണകം തേക്കുക മാത്രമാണ്. അന്ന് ചാണകം വിശുദ്ധ പദവിയെ പ്രാപിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ അതും ഒരു അംഗീകാരമായി തീരുമായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണകൂട പരസ്യങ്ങൾ കൊണ്ട് മറ്റെല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും നിറം മങ്ങി നിർവീര്യമായി അടിയന്തരാവസ്ഥക്കെതിരെ ശബ്ദിച്ചവർ മുഴുവൻ നേരത്തെ ആമുഖമായി ചൂണ്ടിക്കാണിച്ച
എം ഗോവിന്ദൻ്റെ കവിതയിലെന്ന പോലെ എഴുത്തോ നിൻ്റെ കഴുത്തോ ഏറെ കൂറേതിനോട് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയൊരവസ്ഥയിൽ പതറാതെ നിന്ന, അതിനെതിരെ പൊരുതി നിന്ന ഒരു ചരിത്രവും നമ്മുടെ രാഷ്ട്രത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്നത്തെ പത്രങ്ങൾ പൊരുതിയത്, അന്നത്തെ മാധ്യമങ്ങൾ പൊരുതിയത് വ്യത്യസ്ത രീതിയിലാണ്. സംഘേഷ് വീക്കിലി അടച്ചു പൂട്ടി. നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിനെപ്പോലും പരിഹസിച്ചുകൊണ്ട് കാർട്ടൂൺ വരച്ച, ആ കാർട്ടൂൺ വരച്ചതിൻ്റെ പേരിൽ നെഹ്റുവിൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സംഘേഷ് വീക്കിലി അത് അടച്ചു പൂട്ടേണ്ടി വന്നു. ഏകാധിപത്യത്തിൻ്റെ നാളുകളിൽ ചിരിക്ക് വിലങ്ങ് വീഴുകയാണ് എന്ന തിരിച്ചറിവിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആ അടച്ചുപൂട്ടൽ പോലും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള ഒരു ഗംഭീരമായ പ്രതിരോധമായിരുന്നു. ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പല പ്രസിദ്ധീകരണങ്ങളും മുഖപ്രസംഗം ഒഴിച്ചിട്ടു. ആ ഒഴിഞ്ഞ പേജുകൾ, ശൂന്യമായ താളുകൾ അടിയന്തരാവസ്ഥക്കെതിരെ ഒരു പ്രതിരോധമായി വളരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം അവസാനിപ്പിക്കപ്പെട്ടു. അങ്ങനെ പേജുകൾ ഒഴിച്ചിടുന്നത്, കറുത്ത നിറത്തിൽ പേജുകൾ അവതരിപ്പിക്കുന്നത് എന്തിന്? ഇന്ന് നമ്മൾ അമ്പരന്ന് പോകും. മഹാത്മാഗാന്ധിയുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയെ ഒരാധുനിക ഇന്ത്യയാക്കി മാറ്റുന്നതിൽ നേതൃത്വം കൊടുത്ത എത്രയെത്രയോ രാഷ്ട്രീയ പ്രവർത്തകരുടെ, എഴുത്തുകാരുടെ വാക്യങ്ങൾക്ക് വിലങ്ങ് വീണു. നെഹ്റുവിനെ ഉദ്ധരിക്കാൻ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കഴിയാതെ പോയത് ഇന്ന് നമുക്കൊരു നടുക്കത്തോടെ അല്ലാതെ ഓർമ്മിക്കാൻ പറ്റില്ല. ഒരു പത്രപ്രവർത്തക റോസന്താൾ എഴുതിയതുപോലെ ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിൻ്റെ കീഴിൽ നെഹ്റു ജയിലറയിൽ അകപ്പെടുന്ന അവസ്ഥ. ഇന്ദിരാഗാന്ധിക്ക് 13 വയസ്സുള്ളപ്പോൾ ജയിലിൽ നിന്ന് ഒരച്ഛൻ മകൾക്കയച്ച കത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഇന്ന്, അതായത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ആ സമയത്ത് നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ജയിലിലും ഇന്ദിരാഗാന്ധി ഭരണത്തിലുമായിരിക്കുമായിരുന്നു. കാരണം നെഹ്റുവിൻ്റെ വാക്കുകൾക്ക്, ടാഗോറിൻ്റെ വാക്കുകൾക്ക്, മഹാത്മാഗാന്ധിയുടെ വാക്കുകൾക്ക് അതിനൊക്കെ വിലങ്ങ് വീണു. അതൊന്നും എഴുതാനാവാത്ത, അച്ചടിക്കാനാവാത്ത ഒരവസ്ഥയിൽ മാധ്യമങ്ങൾ മാറുകയുണ്ടായി. എന്നിട്ടും ചെറിയ തോതിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പക്ഷേ സെൻസർഷിപ്പ് എന്നുള്ളത് ഇന്ത്യൻ ജീവിതത്തിൽ ഏറ്റവും സംഭ്രമമുണ്ടാക്കുന്ന ഒന്നായി മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥ, ഒ വി വിജയൻ്റെ അരിമ്പാറ. ഒ വി വിജയൻ്റെ അരിമ്പാറ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യമായി. അതോടൊപ്പം തന്നെ ഒ വി വിജയൻ്റെ പല കൃതികളിലും കടന്നു വരുന്ന സനാതനത്വം, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ചരിത്ര നിരാകരണത്തിൻ്റെ ഒരു സ്രോതസ്സും ഈ കഥയിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ആ കഥയിലൊരു വാക്യമുണ്ട്, എൻ്റെ ശരീരത്തിൽ നിന്ന് പോഷണം സ്വീകരിച്ച് എൻ്റെ നീതിബോധത്തിൻ്റെ മൗഢ്യത്തിൽ വേരാഴ്ത്തി വളർന്ന അരിമ്പാറ. ആ അരിമ്പാറയെക്കുറിച്ചുള്ള പരാമർശം ആദ്യത്തിൽ അതൊരു മഞ്ചാടിക്കുരു പോലെ ചെറുത്. കൃഷ്ണനുണ്ണിയേട്ടൻ്റെ പ്രിയതമ സുമക്ക് അത് പ്രിയപ്പെട്ടതായിരുന്നു, മഞ്ചാടിക്കുരുവോളം ചെറുതായിരുന്നപ്പോൾ. പിന്നെ അതൊരു തക്കാളി വലിപ്പത്തിൽ, പിന്നെ അതൊരു തേങ്ങ വലിപ്പത്തിൽ, പിന്നെ അത് ഭീമാകാരമായ ഒന്നായി വളരുന്നു. ഒടുവിൽ അത് ഈ ശരീരത്തിൻ്റെ പോഷണം സ്വീകരിച്ച്, നീതിയുടെ മൗഢ്യങ്ങൾ സ്വീകരിച്ച്, രാജ്യത്ത് നടക്കുന്നതൊന്നും കാണാത്ത അന്ധതയിൽ നിന്ന് കരുത്താർജിച്ച് വളർന്നു വന്ന ആ അരിമ്പാറക്ക് പോഷണം നൽകിയ മനുഷ്യനെ അടിമയാക്കുന്ന, വളരെ സംഭ്രമിപ്പിക്കുന്ന, അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒരു പുഴു പോലെ ജീവിക്കേണ്ടി വരുന്ന അരിമ്പാറ എന്ന ഒ വി വിജയൻ്റെ ശ്രദ്ധേയമായ കവിത. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടായി, ഇന്ത്യയിലെ
മറ്റു പല സ്ഥലത്തും അടിയന്തരാവസ്ഥക്കെതിരെ വലിയ പ്രതിരോധം ഉയർന്നു വന്നപ്പോൾ കേരളം അടിയന്തരാവസ്ഥക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഇന്നോർക്കുമ്പോൾ പോലും നമുക്ക് ലജ്ജ തോന്നും. എന്തേ ഇങ്ങനെ സംഭവിക്കാൻ? അതിന് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ അന്നത്തെ മലയാളി സമൂഹത്തിൻ്റെ ലജ്ജാകരമായ അവസ്ഥയെക്കുറിച്ച് കക്കാട് എഴുതിയൊരു കവിത, ആ കവിതയുടെ പേര് പോത്ത് എന്നാണ്. ഞാൻ വിചാരിക്കുന്നത് മലയാള കവിതയിൽ പോത്ത് അതിനു മുമ്പ് വലിയൊരു രൂപകമായി, മഹാരൂപകമായി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കക്കാടിൻ്റെ കവിതയിൽ ആദ്യമായിട്ടാണ് പോത്ത് 1976 ഒരു രൂപകമായിട്ട് വരുന്നത്. അത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ആവിഷ്കാരം മാത്രമല്ല, അടിയന്തരാവസ്ഥ കാലത്തെ മലയാളി സമൂഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആ കവിത 76 പക്ഷേ 77 78 എല്ലാം ആ കവിത അവതരിപ്പിച്ച ആ രൂപകം എത്രമാത്രം പ്രസക്തമാണ് എന്ന് നമുക്ക് ബോധ്യമാവുന്ന തരത്തിലാണ് ആ കവിത തുടങ്ങുന്നത്. ചത്തകാലം പോൽ തളം കെട്ടിയ ചളിക്കുണ്ടിൽ ശവന്നാറി പുല്ലു തിന്ന് ആവോളവും കൊഴുത്ത മെയ്യാകവേ താഴ്ത്തി കണ്ടതും കാണാത്തതും അറിയാതെ നീ എത്ര സ്വസ്ഥമായി കിടക്കുന്നു. തുറച്ച മന്ദൻ കണ്ണാൽ കണ്ടതും കാണാത്തതും അറിയാതെ നീ എത്ര സ്വസ്ഥമായി കിടക്കുന്നു. നിന്റെ ജീവനിലിഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം. സത്യത്തിൽ ആ 2 വരി, നിന്റെ ജീവനിലെഴുകിയ ഭാഗ്യം എന്തൊരു ഭാഗ്യം എന്നത് വ്യാജസ്തുതിയുടെ മടവാളുകൊണ്ട് നമ്മുടെ നിഷ്ക്രിയത്വത്തെ വെട്ടിപ്പിളർത്തുന്ന കേരളത്തിലെ അരാഷ്ട്രീയ മധ്യവർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ ഒരു ആക്ഷേപഹാസ്യമായി പോത്ത് മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് കവിതകൾ ചൂണ്ടിക്കാണിക്കുന്നത്, കഥകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ കാലത്തോടുള്ള പ്രതിരോധം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അന്ന് നടന്ന മർദ്ദനങ്ങൾ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോഴും ഇന്നും ഈശ്വരവാര്യരുടെ ആ നിലവിളി, ഇനിയും എൻ്റെ മകനെ നിങ്ങളെന്തിനാണ് മഴയത്ത് നിർത്തുന്നത്, മഴപ്പെയ്ത്തിനെപ്പോലും അപ്രസക്തമാക്കും വിധം കുത്തിയൊലിച്ച ആ കണ്ണുനീർ. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇന്നും അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതിയ പല പാർട്ടികളിൽപ്പെട്ട, പല സംഘടനകളിൽപ്പെട്ട എത്രയെത്രയോ മനുഷ്യർ അവരെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അർഹിക്കുന്ന തരത്തിൽ ആദരിക്കുന്നതിൽ, അവരുടെ പ്രക്ഷോഭത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ മലയാളി സമൂഹത്തിന് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സ്വയം വിമർശനപരമായി ഇപ്പോഴെങ്കിലും നാം അപഗ്രഥിക്കേണ്ടതുണ്ട്. തീക്ഷണമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്, മറക്കാനാവില്ല. 77 കേരളത്തിൻ്റെ അസംബ്ലിയിൽ കൂത്തുപറമ്പ് തടവറയിലെ സമാനതകളില്ലാത്ത മർദ്ദനമേറ്റ് ചോര പുരണ്ട ഒരു ഷർട്ടുമായി സഖാവ് പിണറായി വിജയൻ കേരള അസംബ്ലിയിൽ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണം അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരിക്കലും മറക്കാനാവാത്ത എത്രയെത്രയോ അനുഭവങ്ങളുണ്ട്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അനുഭവം എന്ന അർത്ഥത്തിലാണ് ആ ചോര പുരണ്ട ഷർട്ട്. ആ ഷർട്ട് അടിയന്തരാവസ്ഥയുടെ ഭീകരതയുടെ ആരെത്ര അമർത്തി മാച്ചാലും മായാത്ത അടയാളമായി ഇന്നും നമ്മുടെ മനസ്സിൽ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. പറഞ്ഞു വരുന്നത് 1970കളിൽ ഇന്ത്യ അഭിമുഖീകരിച്ച നിരവധി തരത്തിലുള്ള പ്രതിസന്ധികൾക്കുള്ള ഒറ്റമൂലിയായിട്ടാണ്, സിദ്ധൌഷധമായിട്ടാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ച ഉടനെ തടവറകൾ നിറയുകയാണ്. അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത മർദ്ദനങ്ങൾ തുടരുകയാണ്. കൊല ചെയ്യപ്പെട്ടവർ എത്രയാണ്? നട്ടെല്ല് പൊട്ടി നിവർന്നു നിൽക്കാനാവാതെ നിത്യരോഗികളായി മാറിയ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അടിയന്തരാവസ്ഥയുടെ ഭീകരമായ മർദ്ദനത്തിൻ്റെ
പാടുകളായി അടയാളങ്ങളും പേറി ജീവിക്കുന്ന എത്രയെത്ര മനുഷ്യർ. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു എന്ന ഒരു ചോദ്യം ഇന്നും നമ്മെ തുറച്ചു നോക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരാവസ്ഥയുടെ 50 കൊല്ലത്തെ ചരിത്രത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരാലോചനയും അന്വേഷണവും അനിവാര്യമാകുന്നത്. ഓരോരോ മണ്ഡലത്തിൽ കലയുടെ, രാഷ്ട്രീയത്തിൻ്റെ, മതത്തിൻ്റെ, ജനങ്ങളുടെ ജീവിത രീതിയുടെ ഒക്കെ നേർക്ക് നടത്തിയ എത്രയെത്രയോ അനുഭവങ്ങൾ. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ തുർക്കുമാൻ ഗേറ്റിൽ നടന്നിട്ടുള്ള നിഷ്ഠൂരമായ, നമ്മളിന്ന് ബുൾഡോസർ മാമനും അതോടൊപ്പം തന്നെ അമ്മാവനും ഒക്കെയായി മാറിയെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്താണ് ബുൾഡോസർ എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിലെ വില്ലനായി പ്രതിനായക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. ചേരികൾ ഇടിച്ചു നിരത്തി നഗരം സ്വതന്ത്രമാക്കുന്നതിൻ്റെ ഭാഗമായി, നിർബന്ധിത വന്ധ്യംകരണത്തിൻ്റെ ഭാഗമായി ബുൾഡോസർ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളത് സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് ഇന്ന് അന്ന് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ചവർക്ക് പോലും ഇന്ന് നിരാകരിക്കാൻ കഴിയില്ല. അത്രമാത്രം ഭീകരതകളിലൂടെയാണ് നാം കടന്നുപോയത്. പക്ഷേ ഈ സമയത്ത്, അതായത് 2025 നമ്മൾ അടിയന്തരാവസ്ഥയെ, 50 കൊല്ലം മുമ്പുള്ള അടിയന്തരാവസ്ഥയെ ഓർത്തെടുക്കുമ്പോൾ ഇന്ന് നമ്മൾ അതിനേക്കാൾ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അരനൂറ്റാണ്ട് മുമ്പത്തെ സ്മരണയും ഇന്ന് നാം അനുഭവിക്കുന്ന ജീവിത സത്യവും തമ്മിലുള്ള ഒരു അഭിമുഖീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ കഴിഞ്ഞുപോയ 50 കൊല്ലത്തെക്കുറിച്ച് ഇന്ന് ഓർക്കുന്നത് നമ്മുടെ കാലത്തോട് നാം കാണിക്കുന്ന ഒരു ക്രൂരതയായിരിക്കും. എന്തുകൊണ്ടെന്നാൽ പലരും കരുതുന്നത് പോലെയും പറയുന്നത് പോലെയും പ്രചരിപ്പിക്കുന്നത് പോലെയും ഇപ്പോഴുള്ളത് ഒരപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല. അടിയന്തരാവസ്ഥ അരനൂറ്റാണ്ട് മുമ്പ് മുകളിൽ നിന്ന് കെട്ടിയേൽപ്പിക്കപ്പെട്ടതാണ്. അതൊരുപാട് ഭീകരതകൾ സൃഷ്ടിച്ചു എന്ന് നമുക്കറിയാം. പക്ഷേ അതിന് അടിയിൽ നിന്ന് ജനങ്ങളുടെ സാമാന്യബോധത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് പല സുഹൃത്തുക്കളും പല രാഷ്ട്രീയ വിദഗ്ധരും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന നവഫാസത്തിന് മുകളിൽ നിന്നുള്ള അടിച്ചേൽപ്പിക്കൽ മാത്രമല്ല, അത് വേണ്ടതിലേറെയുണ്ട്. അതോടൊപ്പം തന്നെ അതിനടിയിൽ നിന്നുള്ള സാമാന്യബോധത്തിൻ്റെ നിർലോഭമായ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ 21 മാസം കൊണ്ട് അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കപ്പെട്ടെങ്കിൽ പിന്നീട് നാം അതേ അടിയന്തരാവസ്ഥയുടെ അവശിഷ്ടങ്ങൾ പോലും കാണാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കപ്പെട്ടതോടുകൂടി അത് അവസാനിപ്പിക്കപ്പെട്ടു. എന്നാൽ പലരും തെറ്റായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് വിളിക്കുന്ന കൃത്യം നവഫാസം എന്ന് വിളിക്കേണ്ട ഇന്ത്യയിലെ വർത്തമാനകാലാവസ്ഥ മുകളിൽ നിന്ന് ഇല്ലാതായാലും, അതായത് ഒരു തെരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യൻ നവഫാസിസ്റ്റുകൾ തോൽപ്പിക്കപ്പെട്ടാലും അതിൻ്റെ പരിക്കുകൾ, അതിൻ്റെ അവശിഷ്ടങ്ങൾ അത് ഇന്ത്യൻ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നിരന്തരമായ ജനാധിപത്യ പ്രതിരോധം വർഷങ്ങളോളം വിയർത്ത് ഇടതടവില്ലാതെ ഇടപെട്ടുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം അത്രമേൽ പരിക്ക് നവഫാസത്തിന് ഇന്ത്യക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നാണ് അന്ന് DK ബറുവ പറഞ്ഞതെങ്കിൽ അതൊരു വ്യക്തിയിൽ തുടങ്ങി മറ്റൊരു വ്യക്തിയിൽ അവസാനിക്കുന്നു. DK ബറുവയെ ഇന്ന് ആരും ഓർക്കുന്നില്ല. എന്നാൽ ദേശീയത ആ സ്ഥാനത്തേക്ക് പകരം വെച്ചാൽ, ദേശസ്നേഹം എന്നുള്ളത് ദേശപൂജയായി രൂപാന്തരപ്പെട്ടാൽ, പേരറിയുന്നവരും പേരറിയാത്തവരുമായ 10,000-കണക്കിന് സ്വാതന്ത്ര്യ സമര യോദ്ധാക്കൾ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ യുദ്ധഭൂമിയിൽ പ്രാണൻ പകുത്തുകൊടുത്ത് നേടിയ മഹത്തായ സ്വാതന്ത്ര്യം,
ആ സ്വാതന്ത്ര്യ സങ്കല്പത്തെ തന്നെ സംഹരിക്കുന്ന തരത്തിലേക്ക് ഒരു വ്യാജ ദേശീയത വികസിപ്പിച്ചെടുക്കാൻ മുമ്പൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ച ഹെജിമോണിക് നാഷണാലിസം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര എന്നുള്ളത് അത് അവതരിപ്പിച്ച ബറുവ അതെല്ലാം ഇന്ന് വിസ്മൃതിയിലാണ്. എന്നാൽ ദേശീയത അത് വ്യാജ ദേശീയതയായാൽ പോലും പെട്ടെന്ന് വിസ്മൃതിയിലാവുകയില്ല. ആ അർത്ഥത്തിൽ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ എന്ന് ഇന്നത്തെ അവസ്ഥയെ നമുക്ക് വിളിക്കാനാവില്ല. അന്നത്തെ അടിയന്തരാവസ്ഥ, അരനൂറ്റാണ്ട് മുമ്പുള്ള അടിയന്തരാവസ്ഥ ഭീകരമാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥ സൂക്ഷ്മാർത്ഥത്തിൽ അതിനേക്കാൾ ഭീകരവും നീണ്ടു നിൽക്കുന്നതും ഇന്ത്യൻ നവഭാസം രാഷ്ട്രീയമായി തോൽപ്പിക്കപ്പെട്ടാലും സാംസ്കാരികമായി തുടരുന്നതുമാണ് എന്ന തിരിച്ചറിവ് ഈ കാലയളവിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട് എന്നാണ് അതേക്കുറിച്ച് പ്രാഥമികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്ന് നാം എത്തി നിൽക്കുന്നത് അരനൂറ്റാണ്ട് മുമ്പുള്ള ഈ ഒരു അടിയന്തരാവസ്ഥയുടെ സ്മരണകളെയും അതോടൊപ്പം ഇന്ന് നിലനിൽക്കുന്ന നവഫാസിസ്റ്റ് ഭീകരത എന്ന യാഥാർത്ഥ്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് അതേസമയം തന്നെ രണ്ടിൻ്റെയും രീതിശാസ്ത്രം രണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരിടപെടൽ രീതി വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ നാൾവഴി കണക്കുകൾ കൃത്യമായി ഇന്ന് നമുക്കറിയാവുന്നതാണ്. അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു അനുസ്മരണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. അതിൽ പങ്കെടുത്തവർ ഒരുപക്ഷെ നമുക്ക് മറക്കാനാവില്ല. കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഭീകരരായി മാറിയ ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്കിടയിലെ സംഘർഷം പരിഹരിക്കേണ്ട പോലീസിൽ നിന്ന് ഇത്രയേറെ ഭീകരരായ മനുഷ്യർക്ക് വളർന്നു വരാൻ കഴിയുമോ? നമ്മൾ അന്തം വിട്ടുപോകും. പുലിക്കോടൻ നാരായണനും ജയറാം പഠിക്കലും ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് നമ്മുടെ പോലീസ് സേനയിൽ നിന്ന് ഉയർന്നു വന്നവർ, ഇങ്ങനെ പേരെടുത്ത് പറയാനാവാത്ത എത്രയെത്രയോ ഭീകരർ, അവർ നടത്തിയ ക്രൂരമായ മർദ്ദനങ്ങൾ, ഇത് പോലീസ് സേനയിൽ നിന്ന് മാത്രമല്ല, നീതിക്കൊപ്പം ഇടറാതെ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച നിയമവിദഗ്ധർ, ന്യായാധിപർ, അതുപോലെ തന്നെ അഭിപ്രായ പ്രകടനത്തിന് വേണ്ടി ധീരമായി മുന്നോട്ട് പോകും എന്ന് നമ്മൾ കരുതിയ എത്രയോ മാധ്യമപ്രവർത്തകർ, ജനപക്ഷത്തു നിന്ന് എഴുതുമെന്ന് പ്രതീക്ഷിച്ച, ഇതിനെതിരെ എഴുതുമെന്ന് പ്രതീക്ഷിച്ച എത്രയോ എഴുത്തുകാർ, അങ്ങനെ നോക്കുമ്പോൾ ആ കാലത്ത് എന്തുമാത്രം വിധേയത്വമാണ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. പക്ഷെ ആ വിധേയത്വം കൃത്യം തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ ആ വിധേയത്വം നമുക്ക് ആ വിധം കൃത്യം തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ, മോളിക്കുലാർ മാനിപ്പുലേഷൻ എന്ന് വിളിക്കാവുന്ന തരത്തിൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അടിയന്തരാവസ്ഥ കാലത്ത് അതിൻ്റെ എല്ലാ ഭീകരതകളും നിലനിൽക്കെ തന്മാത്രാ തലത്തിലുള്ള ഒരു അട്ടിമറി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് വേഗം അവസാനിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ തന്മാത്രാ തലത്തിലുള്ള ഒരുതരം തട്ടിപ്പ്, മോളിക്കുലാർ മാനിപ്പുലേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതിരോധത്തിനുള്ള ഊർജമായി അരനൂറ്റാണ്ട് മുമ്പത്തെ അടിയന്തരാവസ്ഥയുടെ ഭീകരമായ ഓർമ്മകളെ നമുക്ക് വിപുലപ്പെടുത്താൻ കഴിഞ്ഞാൽ, വിസ്തൃതപ്പെടുത്താൻ കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അനുസ്മരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള കേവലമായ ഓർമ്മിച്ചെടുക്കൽ മാത്രമല്ല, അത് നാം ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കൽ കൂടിയാണ് എന്ന് നമുക്ക് ആത്മബോധത്തോടെ പറയാൻ കഴിയും. അങ്ങനെ ആത്മബോധത്തോടെ സ്വന്തം കാലത്തോട് സജീവമായി സംവദിക്കാനുള്ള, സംഭാഷണം നടത്താനുള്ള ഒരു സന്ദർഭമായി അരനൂറ്റാണ്ട് മുമ്പ് കഴിഞ്ഞുപോയ, എന്നാൽ
ആ വിധം കഴിഞ്ഞു പോയിട്ടില്ലാത്ത അടിയന്തരാവസ്ഥയെ തൽക്കാലം അടയാളപ്പെടുത്തിക്കൊണ്ട് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൻ്റെ ഈ ലക്കം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.